ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുറ്റത്തൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഹെയർ മാസ്ക് ചെയ്യുന്നത്. എന്റെ ഹെയർ ആണെങ്കിൽ ചെറിയതായിട്ട് ഷൈനിങ് ഒക്കെ നഷ്ടപ്പെട്ടു, പിന്നെ കുറച്ച് ഫ്രിസിയായി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ മുറ്റത്തുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യം കുറച്ച് ചെമ്പരത്തിപ്പൂ എടുക്കുകയാണ്, പിന്നെ തുളസിയില എടുക്കുന്നത്. ഇപ്പൊ ചെമ്പരത്തിപ്പൂ ആണെങ്കിൽ നമ്മളുടെ ഹെയർ ബ്ലാക്ക് ആയിട്ട് നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. തുളസിയില ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഉള്ള അഴുക്കൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ എടുക്കുന്നത് ആലോവേരയാണ്. ഇതൊക്കെ നമുക്കിവിടെ പെട്ടെന്ന് മുറ്റത്ത് അവൈലബിൾ ആയതുകൊണ്ടാട്ടോ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിങ്ങനെ കുറച്ച് സമയം ചാരി വെച്ച്, ഇതിനുള്ള ഒരു ടോക്സിൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ, യെല്ലോ കളറിൽ. പിന്നെ നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 മുട്ട എടുത്തു. അപ്പം ഹെയറിന്റെ ഇതനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്ക് യൂസ് ചെയ്യാനുള്ളത് കൊണ്ടാണ് 3 മുട്ട എടുത്തത്. എന്നിട്ട് ആലോവേര ഇങ്ങനെ അതിന്റെ മുകളിലത്തെ സ്കിന്ന് കളഞ്ഞിട്ട് കുറച്ച് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് മിക്സർ ഗ്രൈൻഡറിലാണ് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കാരണം ഇത്രയും ഇലകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. എഗ്ഗ് മാത്രമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ റോസ്മേരി ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒരു 3-4 ഡ്രോപ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എഗ്ഗ് ഉള്ളതുകൊണ്ട് അതിന്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റോസ്മേരി ഓയിൽ എല്ലാവർക്കും അറിയാലോ, ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്ത് ഒക്കെ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എസെൻഷ്യൽ ഓയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് എടുത്തേക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ രണ്ടാമത് വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതുപോലെ ഹെയറിൽ ഒരാൾ ചെയ്ത് തരാനുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്ക് കുറച്ച് ലോങ് ഹെയർ ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കൈ അത്ര സമയം പൊക്കി പിടിച്ചാൽ വേദന എടുക്കും. അതുകൊണ്ട് എനിക്ക് അനിയത്തി ചെയ്തു തരാ ചെയ്തത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഹെയറിൽ ഇങ്ങനെ ഒരു കോട്ടിങ് പോലെ വരും. അത് കഴിഞ്ഞൊരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തു. ഹെയർ വാഷ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എന്തോ നല്ലൊരു ഫീലിംഗ് ഉണ്ട്. എന്താ പറയാ, സ്കാൽപ്പൊക്കെ ഒന്ന് ക്ലീൻ ആയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. പിന്നെ ലിവോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഹെയർ സെറം ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാ. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെറം അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ കണ്ടീഷണർ അത്രയധികം യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ടാണ് സെറം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഷാംപൂ ചെയ്തു. മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ, എങ്ങനത്തെ ഷാംപൂ ആണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ എഗ്ഗ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയണം. ഇത് നല്ലൊരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലില്ലെങ്കിലും ഒരു ഓയിലും ഏതെങ്കിലും ഒരു ഓയിലും എഗ്ഗും കൂടി ഇട്ടിട്ടാണെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.